ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ സത്യത്തിൽ റസൂലിൻ്റെ ഒരു കഥ ഓർത്തുപോയി. ദിവസങ്ങളേറെ പട്ടിണി കിടന്നപ്പോൾ വിശപ്പ് കാരണം റസൂലിന് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാതായി. റസൂല് വീട്ടിൽ നിന്നിറങ്ങി രാത്രി നടക്കുന്നുണ്ട്. അല്പനേരം നടന്നപ്പോൾ വഴിയിൽ ഉറ്റ ചങ്ങാതിയായ അബൂബക്കർ ഉണ്ട്. എന്താ അബൂബക്കർ ഇന്നേരത്ത്? വിശന്നിട്ടാ റസൂലെ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് അല്പദൂരം കൂടി നടന്നു. വഴിയിൽ ഉമർ റളിയല്ലാഹു അൻഹു കാരണം തിരക്കിയപ്പോൾ ഉമറിൻ്റെ കാരണവും വിശപ്പാണ്. അങ്ങനെ ഇസ്ലാമിലെ ഏറ്റവും പ്രമുഖരായ 3 പേർ രാത്രി വിശപ്പും കൊണ്ട് അങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. കുറേ നടന്നപ്പോൾ അവർ 3 പേരും അബുൽ ഹൈസം എന്നവരുടെ വീട്ടിൻ്റെ മുമ്പിലെത്തി. വീടിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ അബുൽ ഹൈസം കാണുന്നത് തൻ്റെ ജീവിതത്തിൽ ഏറെ സ്നേഹിക്കുന്ന 3 അതിഥികളെയാണ്. വളരെ സന്തോഷത്തോടെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചിരുത്തി അബുൽ ഹൈസം തൻ്റെ തോട്ടത്തിലേക്ക് ഓടിപ്പോയി നിറയെ ഈത്തപ്പഴവും തൻ്റെ ആടിനെ അറുത്ത് ഭക്ഷണമൊക്കെ ആക്കി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റസൂല് അവരോട് പറയുന്നുണ്ട്, ഈ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ലോകത്തിൻ്റെ പല ഇടങ്ങളിലും കോടിക്കണക്കിന് ആളുകൾ, പിഞ്ചോമന മക്കൾ ഭക്ഷണം കിട്ടാതെ മരിക്കുമ്പോൾ, വിശപ്പ് കാരണം നിലവിളിക്കുമ്പോൾ അളവറ്റ അനുഗ്രഹങ്ങളിൽ ജീവിക്കുന്ന നമുക്ക് ഇല്ലാതായിപ്പോയതിനെ ഓർത്ത് മാത്രം പരിഭവപ്പെടുന്നവരായി നാം മാറിയാൽ നമ്മളെക്കാൾ നന്ദി കെട്ടവരായി ഈ ലോകത്ത് മറ്റാരാണുള്ളത്?